വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു സ്പീക്കറാണ്. ആക്ച്വലി കമ്പ്യൂട്ടർ സ്പീക്കറാണ്. ആക്ച്വലി ചെറിയ സ്പീക്കറാണ്, പക്ഷേ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് RGB ലൈറ്റ് ഉണ്ട് ഇൻബിൽഡ്, പിന്നെ USB പവർഡാണ്. ഇതിൻ്റെ ഒരു വേറൊരു മോഡൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ലിങ്ക് കിട്ടും. ഇതിൻ്റെ ഒരു നോർമൽ നമ്മുടെ ഇത് ഒരു കട്ട ഷേപ്പ് ഉണ്ടാവില്ല, നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള അത് ഇത് അങ്ങനത്തെ അല്ല. ഇത് നമുക്ക് സൗണ്ട് ബോർ രീതിയിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പുള്ളതാണ്. പിന്നെ ഓക്സ് സപ്പോർട്ടാണ്, 2-in-1 ഡിസൈൻ എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിലും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നല്ലൊരു സ്ലിമ്മാണ്. ബോക്സ് തന്നെ ആകെ ഇത്രേ ഉള്ളൂ. പിന്നെ പ്രൈസ് ഭയങ്കര ചീപ്പാണ്. ആക്ച്വലി ഒരു 600 ആ റേഞ്ചിൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം സെബ്രോണിക്സ് ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് മെമ്പർ ആവുക. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആകാത്തവരെ അത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നോർമലി 5 മണി ആ റേഞ്ചിലാണ് നമ്മുടെ വീഡിയോസ് ലൈവായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലായി അമർത്തിയിട്ട് നമ്മൾ തന്നെ അതിൽ ഓളാക്കി വയ്ക്കണം, എന്നാലേ എല്ലാം വരുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീട്ടിലേക്ക് പോകാം. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഈ ബോക്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മോഡൽ നെയിം Zeb Wonderbar 10 എന്നാണ്. ആക്ച്വലി നമുക്ക് ബാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ USB പവർഡ്, ഓക്സ്, RGB ലൈറ്റ് ഉണ്ട്, വോളിയം കൺട്രോൾ, 2-in-1 ഡിസൈൻ, ഇയർഫോൺ കമ്പാറ്റബിൾ, ഇതൊക്കെ ഇതിനുള്ള സ്പെഷ്യാലിറ്റിയാണ് ആക്ച്വലി. പിന്നെ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നത് 1399 പക്ഷേ 600-650 ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. നമ്മുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, ആമസോണിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ലൈറ്റാക്കാണ്ട് നമുക്ക് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബാക്കിൽ ബോക്സ് കുറച്ച് ഡാമേജറായിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോഴുള്ള ഡാമേജ് തന്നെയാണ്, കൊറിയറിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. അതിൻ്റെ നിങ്ങൾക്ക് ഓക്സ് കേബിൾ കാണാം, ഇയർഫോണിൻ്റെ കേബിൾ കാണാം, അതുപോലെ USB കാണാം. USB പവറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്ലഗിൻ്റെ ആവശ്യമൊന്നുമില്ല. ലൈറ്റ് തീരെ കറണ്ട് കുറവ് എടുക്കുന്ന ഒരു സ്പീക്കറാണ് ആക്ച്വലി. നമുക്കിത് രണ്ടും മാറ്റി വയ്ക്കാം. ഈ പ്ലാസ്റ്റിക് കവറും ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു കോമ്പാക്ട് സാധനമാണ്. ബിൽഡ് ക്വാളിറ്റിയും വലിയ മോശമില്ലാത്ത പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിടിക്കുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, അത് വേറെ കാര്യം. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ സംശയമൊന്നുമില്ല. എന്താ കവറ് ടേപ്പ് വെച്ച് കൊടുത്തിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 2 ബാറായിട്ട് വെച്ചേക്കുന്നുണ്ട്. ഫ്രണ്ട് കാണുന്നുണ്ടോ? ഈ സൈഡിൽ നമുക്ക് കുറച്ച് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് കുറച്ച് നോബൊക്കെ കുഴപ്പമില്ല. മച്ച മോഡലിനെക്കാട്ടും കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റി ഇതിനാണ്. പക്ഷേ മച്ച മോഡലിനാണ് ഇതിനായിട്ടും പ്രൈസ് കൊടുത്തിട്ടാണ്. നമ്മുടെ വേറെ മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മോഡലിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലും കാണാൻ പറ്റും. ഇതിൻ്റെ വേറൊരു മോഡൽ ടൈപ്പാണ്. നമ്മൾ നോർമൽ ഒരു സ്പെസിഫിക് മോഡൽ ഉണ്ടല്ലോ, ഒരു റെക്ടാങ്കിൾ ഷേപ്പായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ചാനലിൽ നമ്മുടെ റീസെൻ്റ്ലി തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മോഡൽ കിട്ടും. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടി എനിക്ക് ബിൽഡ് ക്വാളിറ്റി തോന്നുന്നത് ഇതിനാണ് ആക്ച്വലി. പിന്നെ ബാക്ക് സൈഡിലായിട്ട് അതുപോലെ തന്നെ മോഡൽ നെയിം, ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അതിങ്ങനെ വരാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടിയും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടി സ്പേസ് കുറവും, ഓൾമോസ്റ്റ് 10 വാട്ട് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് ലാപ്ടോപ്പിലൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവിടെ നിന്ന് ലൈറ്റ് വരുന്ന കാരണം അതാണ് ഈ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇത്ര ഭംഗിയില്ലാത്ത കാണാൻ. ഇതിലും കളർ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഒരു വെറൈറ്റി ടൈപ്പ് കളറാണ്. ഇതിലൊരു റിംഗ് ലൈറ്റ് പോലെയാണ്. ഇവിടെയും സെയിം കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി സൗണ്ടും കൂടി നോക്കാണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിലേക്ക് പോകാം ഡയറക്റ്റ്. യൂട്യൂബിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഒരു വീഡിയോ വെച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു കോപ്പിറൈറ്റ് മ്യൂസിക്കും വെച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ക്വാളിറ്റി എന്നറിയണമല്ലോ. ആക്ച്വലി എനിക്ക് മച്ചനാട്ടും കുറച്ചും കൂടി ഇഷ്ടമായതും കുറച്ചും കൂടി ഭംഗിയുള്ളതും ഇത് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ നമുക്കിനി നമ്മുടെ ചാനലൊന്നും തപ്പാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ നമുക്ക് ചുമ്മാ വെച്ച് നോക്കുന്നു. സൗണ്ട് ഇങ്ങനെ നോക്കാം. നമുക്ക് ഇതിൽ സൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും ഗുഡ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് BSNL ഫൈബറിൻ്റെ ഒരു എന്താ പ്ലാൻസിൻ്റെ റീലോഞ്ചിനെയും അതുപോലെ ഒരു ചേഞ്ചിന് നമുക്ക് ഒരു 2 പ്ലാൻസ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ
സൗണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം. നമുക്ക് ജസ്റ്റ് വേറെ ഒരു പാട്ടും കൂടി വെച്ച് നോക്കാം. ആക്ച്വലി നല്ലൊരു പാട്ട് വെച്ച് നോക്കാം, പക്ഷേ ഫുള്ള് വെക്കാൻ പറ്റില്ല, പക്ഷേ കോപ്പി റൈറ്റ് വരുമല്ലോ. അങ്ങനൊരു ഇഷ്യൂ ഉള്ള കാരണം നമുക്ക് ഈ സ്പീക്കറുകളൊക്കെ ഒന്ന് പാട്ട് വെച്ച് നോക്കാം ശരിയെ കുറച്ച് പാടാണ്. ഏതെങ്കിലും ഒരു പാട്ട് നോക്കി നോക്കാം നമുക്ക്. दादी बोलती है तो दुनिया में सबसे अलग है. तेरी दादी और दुनिया को पता नहीं कि तू क्या चीज़ है. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. നല്ല സംഭവം തന്നെയാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഏകദേശം ക്വാളിറ്റിയിൽ മറ്റേ മോഡലായിട്ട് ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ ലുക്ക് വൈസും ഇതിന് തന്നെയാണ് നല്ലത്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഇത് വരുന്നതും ക്വാളിറ്റി വരുന്നത്, അതുപോലെ ഭംഗിയുള്ളതും, അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് ബാർ രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്കിലുണ്ടായിരിക്കും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും ഇതിൻ്റെ ലിങ്ക് വാങ്ങിക്കാനുള്ളത്. ആമസോൺ ലിങ്കാണ്. ഇപ്പോൾ ഭയങ്കര ചീപ്പ് പ്രൈസാണ് കേട്ടോ. ചീപ്പ് പ്രൈസിന് എനിക്ക് തോന്നുന്നത് പ്രൈസ് ഡിഫറൻസിൽ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ ഇത് ചേഞ്ച് ആവണമുണ്ട്, കണ്ടു ഇതും ചേഞ്ച് ആവുന്നുണ്ട് കളറ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പ്രൈസിനുള്ള വാല്യൂ ഫോർ മണി തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഹെവി ബാസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിനും അതുപോലെ നമ്മുടെ ഡെസ്ക്ടോപ്പിനും വരുന്ന സ്പീക്കറിനുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.